2026 ഏപ്രിൽ മാസം രണ്ടാം വാരം കേരളത്തിൽ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔപചാരിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടിയും പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കേണ്ട സമയപരിധി വെച്ച് കണക്കിലെടുക്കുമ്പോഴും മുൻകാലത്തെ തെരഞ്ഞെടുപ്പുകളിലെ ടൈം ലൈൻ പരിശോധിക്കുമ്പോഴും ഏപ്രിൽ മാസം 2-ാം തീയതി, അതായത് ഈസ്റ്ററിനും വിഷുവിനും ഇടയിലായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ്. മാർച്ച് ആദ്യവാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് തീയതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔപചാരിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും കേരളം ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാം മനസ്സിൽ അനവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാരിന് ഒരു ഭരണ തുടർച്ചയുണ്ടാകുമോ? ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF അധികാരത്തിലേക്ക് തിരികെ എത്തുമോ? BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് എത്ര സീറ്റുകൾ വരെ നേടാൻ കഴിയും? ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാകും എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ അനവധിയായ സർവേ ഫലങ്ങളും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ സർവേ ഫലങ്ങൾ നടത്തുന്ന ഏജൻസികളിൽ കേരളത്തിലെ മുഖ്യധാരാ വാർത്താമാധ്യമങ്ങളുണ്ട്, കേരളത്തിൽ തന്നെയുള്ള പോൾ ട്രാക്കർമാരുണ്ട്, തെരഞ്ഞെടുപ്പ് ഫലപ്രവചന വിദഗ്ധരുണ്ട്, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വാർത്താ ഏജൻസികളും വാർത്താ മാധ്യമങ്ങളുമുണ്ട്, പോൾ ട്രാക്കർമാരുണ്ട്. പിന്നെ അനവധിയായ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി പുറത്തുവിടുന്ന പെയ്ഡ് സർവേ ഫലങ്ങളുമുണ്ട്. ഇത്തരം നിരവധി സർവേ ഫലങ്ങളിൽ ഏറ്റവും ആധികാരികം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സർവേ ഫലം ലോക്പോൾ എന്ന ദേശീയ തെരഞ്ഞെടുപ്പ് വിശകലന ഏജൻസിയുടേതാണ്. ലോക്പോൾ ഇതാദ്യമായിട്ടല്ല കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒരു സർവേ ഫലം പുറത്തുവിടുന്നത്. 2026 ജനുവരി മാസം ശേഖരിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ 2026 ജനുവരി അവസാനത്തിൽ തന്നെ അവരൊരു സർവേ ഫലം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരുന്നു. കൃത്യമായി UDFന് ആധിപത്യം പ്രവചിക്കുന്ന ഒരു സർവേ ഫലമാണ് ലോക്പോൾ അന്ന് പുറത്തുവിട്ടത്. അതുപോലെ തന്നെ ലോക്പോളിൻ്റെ സർവേ ഫലങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെല്ലാം മുന്നണികൾക്ക് എത്രയെല്ലാം സീറ്റുകൾ ലഭിക്കും, അത് കേരളത്തെ 3ആയി വിഭജിച്ചാൽ ഏതെല്ലാം മേഖലകളിൽ നിന്നായിരിക്കും സീറ്റുകൾ വരിക, തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാകും, എത്ര ശതമാനം വോട്ടുകളായിരിക്കും വിവിധ മുന്നണികൾ നേടുക എന്നിങ്ങനെ വളരെ സമഗ്രമായ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലോക്പോൾ സർവേ ഫലങ്ങൾ പുറത്തുവിടാറുള്ളത്. ഈ ഘട്ടത്തിൽ അവർ പുറത്തുവിട്ട 2-ാം ഘട്ട പ്രീപോൾ സർവേയിലെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാം കണ്ടെത്തുന്നതും വിലയിരുത്തുന്നതും. അതുപോലെ തന്നെ ഈ സർവേക്ക് ആധാരമായിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ വിവരം അവർ ശേഖരിച്ചിരിക്കുന്നത് ഫെബ്രുവരി മാസം 9-ാം തീയതിക്കും 22-ാം തീയതിക്കും ഇടയ്ക്കാണ്. ഏതായാലും ലോക്പോൾ സർവേയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ലോക്പോൾ സർവേ അനുസരിച്ച് അവർ കേരളത്തിലെ 140 അംഗ നിയമസഭയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന LDF മുന്നണിക്ക് 51 മുതൽ 59 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന മുഖ്യ പ്രതിപക്ഷമായ UDFന് 81 മുതൽ 86 സീറ്റുകൾ വരെ നേടുവാൻ കഴിയുമെന്നും NDAക്ക് 0 മുതൽ 2 സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതെന്നുമാണ് ലോക്പോൾ സർവേയിൽ അഭിപ്രായപ്പെടുന്നത്. 2026 ജനുവരി മാസം പുറത്തുവിട്ട സർവേകളിലെ കണക്കുകളുമായി ലോക്പോൾ സർവേയിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ LDFന് നേരിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ അവർക്ക് 51 മുതൽ 56 വരെ സീറ്റുകൾ പ്രവചിക്കുമ്പോൾ 2026 ജനുവരി മാസത്തിലെ സർവേയിൽ അവർക്ക് കേവലം 43 മുതൽ 49 സീറ്റുകൾ വരെയാണ് പ്രവചിച്ചിരുന്നത്. അതുപോലെ തന്നെ UDFൻ്റെ സാധ്യതകൾക്ക് ചെറിയൊരു ഇടിവുണ്ടായിട്ടുള്ളതായും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 85 മുതൽ 96 വരെ സീറ്റുകളായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രവചിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 81 മുതൽ 85 വരെ സീറ്റുകളായി ചുരുങ്ങിയിട്ടുണ്ട്. NDAയുടെ കണക്കുകളിൽ 0 മുതൽ 2 സീറ്റ് എന്ന കാര്യത്തിൽ ആദ്യ സർവേയിലും 2-ാം ഘട്ട സർവേയിലും മാറ്റങ്ങളൊന്നുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ച് പറയുമ്പോൾ LDF 39 മുതൽ 41 വരെ ശതമാനം വോട്ടുകൾ നേടുമെന്നും UDF 43% മുതൽ 45% വരെ വോട്ടുകൾ നേടുമെന്നും NDA 13 മുതൽ 15% വരെ വോട്ടുകൾ നേടുമെന്നും മറ്റുള്ളവർ 2 മുതൽ 3% വരെ വോട്ടുകൾ നേടുമെന്നുമാണ് ലോക്പോൾ സർവേയുടെ കണ്ടെത്തൽ. ഇനി 2026 ജനുവരി മാസം ലോക്പോൾ എത്ര ശതമാനം വോട്ടുകളാണ് വിവിധ മുന്നണികൾക്ക് പ്രവചിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് LDFന് 37% മുതൽ 40% വരെയും UDFന് 44 മുതൽ 46% വരെയും NDAക്ക് 14 മുതൽ 15% വരെയും മറ്റുള്ളവർക്ക് 2 മുതൽ 3% വരെയുമാണ് ലോക്പോൾ സർവേ അന്ന് പ്രവചിച്ചിരുന്നത്.
കേരളത്തിലെ ഏതെല്ലാം മേഖലകളിൽ നിന്ന് ഏതെല്ലാം മുന്നണികൾ എത്രമാത്രം സീറ്റുകൾ സമാഹരിക്കുമെന്നും ലോക്പോൾ സർവേ കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. അവരുടെ ഈ കണക്കിന് വേണ്ടി അവർ കേരളത്തെ നോർത്ത് കേരള, സെൻട്രൽ കേരള, സൗത്ത് കേരള എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അതായത് നോർത്ത് കേരള എന്ന് പറയുന്നത് മലബാർ ബെൽറ്റ് ആണെങ്കിൽ സെൻട്രൽ കേരള എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂർ മേഖലയും സൗത്ത് കേരള എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെട്ടിട്ടുള്ള മേഖലയുമാണ്. ഇവിടെ നോർത്ത് കേരള, സെൻട്രൽ കേരള മേഖലകളിൽ, അതായത് മലബാർ ബെൽറ്റിലും മധ്യ തിരുവിതാംകൂറിലും UDFന് കൃത്യമായ മുന്നേറ്റമുണ്ടാകുമെന്നാണ് ലോക്പോൾ പ്രവചിക്കുന്നത്. ഇവിടെയുള്ള സീറ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നോർത്ത് കേരളയിൽ UDF 32 മുതൽ 37 വരെ സീറ്റുകൾ നേടുമ്പോൾ LDF 11 മുതൽ 16 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ UDF 30 മുതൽ 35 സീറ്റുകൾ വരെ നേടുമ്പോൾ അവിടെ LDF 18 മുതൽ 23 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും ഈ രണ്ട് മേഖലയിലും NDAക്ക് വിജയസാധ്യത ഇല്ല എന്നുമാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ച് മലബാർ മേഖലയിലെ കണ്ണൂർ ഉൾപ്പെടെയുള്ള അവരുടെ കോട്ടകളിൽ അവർക്ക് വലിയ രീതിയിലുള്ള സീറ്റ് നഷ്ടമുണ്ടാകുമെന്നാണ് ഈ ഫലപ്രവചനത്തിൽ നിന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്. അതുപോലെ തന്നെ നോർത്ത് കേരളയിൽ നിന്നും സെൻട്രൽ കേരളയിൽ നിന്നും, അതായത് മലബാർ ബെൽറ്റിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും BJPക്ക് സീറ്റുകൾ നേടുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള അവർ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മേഖലകളിൽ BJPയുടെ പ്രകടനവും വലിയ രീതിയിൽ മികച്ചതാവില്ല എന്നുള്ള കൃത്യമായ സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇവിടെ മലബാർ ബെൽറ്റിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകും എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് CPMന്റെ കോട്ടകളിലടക്കം UDFനുള്ള വലിയ മുന്നേറ്റത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇനി സൗത്ത് കേരളയിലേക്ക് വരുമ്പോൾ, അതായത് തിരുവിതാംകൂർ ബെൽറ്റിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൃത്യമായ ഒരു ആധിപത്യം നിലനിർത്തുവാൻ LDFന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഈ സർവേ ഫലങ്ങൾ വിലയിരുത്തുന്നത്. അവിടെ LDF 19 മുതൽ 23 വരെ സീറ്റുകൾ നേടുമ്പോൾ UDFന് 13 മുതൽ 17 സീറ്റുകൾ വരെയായിരിക്കും ലഭിക്കുക എന്നും, അതുപോലെ തന്നെ BJPക്ക് അല്ലെങ്കിൽ NDA സഖ്യത്തിന് 2 സീറ്റുകൾ വരെ ലഭിക്കുവാനുള്ള സാധ്യതകളും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് പോലെ നേമം, കഴക്കൂട്ടം സീറ്റുകളിൽ നിന്ന് BJP വിജയിച്ചു വരുവാനുള്ള സാധ്യതകൾ ഈ സർവേ ഫലവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. ഈ മേഖലകളിലും UDFന് മേൽ LDFന് കൃത്യമായ ഒരു മേൽക്കൈ ഉണ്ട് എങ്കിൽ കൂടിയും ഇവിടെയും 2016 2021 മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ LDFന് സാധിക്കുന്നില്ല എന്നതും UDF തങ്ങളുടെ നില ഇവിടെ കാര്യക്ഷമമായി തന്നെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് ഈ ഫലങ്ങളിൽ നിന്ന് വിലയിരുത്തുവാൻ കഴിയുന്നതാണ്. 2026 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഏതെല്ലാം വിഷയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാകും എന്നതിൻ്റെ കൃത്യമായ സൂചനകളും ഈ സർവേ ഫലങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമതായി അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും സർക്കാർ തലത്തിൽ നടക്കുന്ന അഴിമതിയും തന്നെയാണ്. ഇത് LDFനെതിരായി ഒരു പൊതുവികാരം രൂപപ്പെടുന്നതിന് സാഹചര്യമൊരുക്കിയിട്ടുണ്ടെന്നും ഇത് ആത്യന്തികമായി BJPയേക്കാൾ കൂടുതൽ കോൺഗ്രസിന് ഗുണകരമാകുമെന്നുമാണ് ഈ സർവേയുടെ കണ്ടെത്തൽ. അതുപോലെ തന്നെ മലബാർ ബെൽറ്റിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും LDFനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് ഈ സർവേ ഫലം കണ്ടെത്തുന്നത്. ഈ വോട്ടുകളും UDFന് അനുകൂലമായി കേന്ദ്രീകരിക്കുന്നത് UDFൻ്റെ വലിയ മുന്നേറ്റത്തിന് മലബാർ ബെൽറ്റിലും മധ്യ കേരളത്തിലും കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗവും LDFൽ നിന്നും BJPയിൽ നിന്നും കൃത്യമായി അകലുന്നതിൻ്റെ സൂചനകളും ഈ സർവേ ഫലങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ച് ഹൈറേഞ്ച് മേഖലയിലുള്ള പട്ടയ പ്രശ്നങ്ങളും കൃഷിക്കാരുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളുമെല്ലാം അവരെ സർക്കാരിനെതിരാക്കിയിട്ടുണ്ട് എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലടക്കം നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ BJPയുള്ള വിശ്വാസ്യതയും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയെന്നും ഈ സർവേ ഫലം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾ UDFനെ സ്വീകരിക്കുവാനും LDFനെ തള്ളിക്കളയുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തിക്ഷയവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാണി ഗ്രൂപ്പിൽ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിൽ നിലനിൽക്കുന്ന അധികാര വടംവലിയും ഇടതുമുന്നണിയുടെ നയങ്ങളും സമീപനങ്ങളും ക്രൈസ്തവർക്ക് അനുകൂലമല്ലാതായിരുന്നിട്ടും മാണി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ പ്രതികരണങ്ങളും പ്രതിഷേധവും ഉണ്ടാവാത്ത സാഹചര്യവുമെല്ലാം ഇവിടെ കാര്യങ്ങൾ UDFന് അനുകൂലമാക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2025 ഡിസംബർ മാസത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ മേൽക്കൈ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിലും UDF വിജയിക്കുമെന്നുള്ളൊരു പ്രതീതി രാഷ്ട്രീയ മനസ്സിൽ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു ചിന്തയും സർവേ ഫലങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
UDFിൻ്റെ മുന്നേറ്റത്തിന് മുന്നണിയിലെ ഐക്യം ഒരു കാരണമായിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ LDF മുൻപോട്ട് വെക്കുന്ന വികസനത്തെക്കാൾ UDF മുൻപോട്ട് വെക്കുന്ന സർക്കാർ തലത്തിലെ അഴിമതിയും കൊള്ളയും സ്വജനപക്ഷപാതവുമൊക്കെയാണ് ജനങ്ങൾ ആധികാരികമായ ഒരു രാഷ്ട്രീയ വസ്തുതയായി സ്വീകരിക്കുന്നതെന്നും സർവേ പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെ BJPയുടെ മുന്നേറ്റം തിരുവനന്തപുരം ജില്ല പോലുള്ള അവരുടെ ചില പോക്കറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും സർവേ ഫലം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ 2026 ജനുവരിയെ അപേക്ഷിച്ച് ഇടതുമുന്നണി നേരിയ നിലയിൽ അവരുടെ രാഷ്ട്രീയ സാഹചര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും കൃത്യമായ കംഫർട്ടബിൾ ആയിട്ടുള്ള ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി 2026 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ലോക് പോൾ സർവേ ഫലങ്ങൾ പറഞ്ഞു വെക്കുന്നത്. BJPക്ക് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ്, അതായത് 2 സീറ്റ് നേടുവാനുള്ള സാധ്യതകൾ അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് NDA ക്യാമ്പിനും നേരിയ ആശ്വാസമാണ്. എന്നാൽ 2020 ഉൾപ്പെടെയുള്ള കക്ഷികളുടെ കടന്നുവരവ് ഇവിടെ BJPക്ക് പ്രത്യക്ഷത്തിൽ ഗുണം ചെയ്തിട്ടില്ല എന്നുകൂടി വിലയിരുത്തുന്നതാണ് ഈ സർവേ ഫലങ്ങളുടെ കണ്ടെത്തൽ. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ കൃത്യമായ വിജയം പ്രവചിക്കുന്ന ലോക് പോൾ സർവേയുടെ വിശദാംശങ്ങൾ നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.